അതിൻ്റെ കലാപരിപാടികളും അവസാനിച്ച് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പും മാഞ്ഞു തുടങ്ങി. അടുത്ത രാഷ്ട്രീയ വിഷയം തിരുപ്പതി ലഡുവാണ്. നിയമസഭ അടുക്കുമ്പോൾ ലഡുവിന്റെ പ്രശ്നത്തിലാണ് രാഷ്ട്രീയ കലഹം. ഒരു ലഡു ഉണ്ടാക്കിയ കോലാഹലം അത്ര ചെറുതല്ല. എന്നാൽ ഈ ലഡുവിനുള്ളിലെ രാഷ്ട്രീയ കലഹം ആർക്കൊക്കെ ഗുണം ചെയ്യും? ഈ വർഷം ജനുവരി 22-ന് അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നുള്ള ലഡു ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തിരുന്നതായി രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞ കാര്യമാണ് ആന്ധ്രയിലെ പ്രധാന വിഷയം. ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദമായി വിളമ്പുന്ന തിരുപ്പതി ലഡുവിനെ ചൊല്ലിയുള്ള വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെയാണ് മുഖ്യ പുരോഹിതന്റെ വെളിപ്പെടുത്തൽ ഏറ്റവും വിവാദമാവുന്നത്. ലഡു ഉണ്ടാക്കാൻ ജഗൻ സർക്കാർ മൃഗക്കൊഴുപ്പും ഗുണനിലവാരമില്ലാത്ത ചേരുവകളും ഉപയോഗിച്ചുവെന്നായിരുന്നു മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം എന്ന് പറയുന്നത്. ഇത് രാഷ്ട്രീയത്തിലേക്കാണ് ആളിക്കത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം ആരോപണങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ പകപോക്കലിന് വഴി തുറക്കുമെന്നതിൽ സംശയമില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എത്ര ലഡു കൊണ്ടുവന്നുവെന്ന് എനിക്കറിയില്ല, പക്ഷേ കണക്കുകൾ ട്രസ്റ്റിനറിയാം. എവിടെ നിന്ന് കൊണ്ടുവന്നു ലഡുവാണെന്നും അത് ഭക്തർക്ക് വിതരണം എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് എന്നും അവർക്കൊക്കെ അറിയാം. മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ആചാര്യ സത്യേന്ദ്ര ദാസ് ഇന്ത്യ ന്യൂസിനോട് പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി 1 ലക്ഷത്തിലധികം ലഡു അയച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ 80,000 പ്രമുഖർ പങ്കെടുത്തിരുന്നു. തിരുപ്പതി ലഡു വിവാദത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിരുന്നു. വിഷയം വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനോട് കേന്ദ്രമന്ത്രി JP നദ്ദ വിശദമായ റിപ്പോർട്ട് നേടിയിട്ടുണ്ട്. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന ലാബ് റിപ്പോർട്ടിനെ തുടർന്ന് രാഷ്ട്രീയ വിവാദം ശക്തമായി മാറുകയാണ്. എന്നാൽ വിവാദങ്ങൾക്കിടയിൽ പ്രതികരണവുമായിട്ട് ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡിയും രംഗത്തെത്തിയിരുന്നു. ലാബ് റിപ്പോർട്ട് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ റെഡ്ഡി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും അദ്ദേഹത്തിന്റെ TDP വിശ്വാസ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുകയാണെന്നും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് രംഗത്തെത്തിയത്. TDP പങ്കുവച്ച ലബോറട്ടറി റിപ്പോർട്ടുകൾ നായിഡുവിന്റെ കാലത്ത് ജൂലൈ മുതലുള്ളതാണെന്നാണ് റെഡ്ഡി അവകാശപ്പെടുന്നത്. ചന്ദ്രബാബു നായിഡു എങ്ങനെയാണ് വസ്തുതകൾ വളച്ചൊടിച്ചതെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്നും വിശദീകരിച്ച് പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും കത്തെഴുതുമെന്നാണ് മുൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണങ്ങളിൽ സിറ്റിംഗ് ജഡ്ജിയോ ഹൈക്കോടതി നിയോഗിച്ച സമിതിയോ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജഗൻ മോഹൻ റെഡ്ഡിയും പാർട്ടി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയോട് തന്നെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേരിയിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് ഒരുങ്ങുന്നത്. ബുധനാഴ്ചക്കകം പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി നായിഡു നേരത്തെ വിഷയം ഉന്നയിച്ചതിനെ തുടർന്ന് 1-ലധികം പരിശോധനകൾ നടത്തിയെന്നും അനാവശ്യ ചേരുവകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെട്ടതായും തിരുമല തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്യാമള റാവു പറഞ്ഞിരുന്നു. ഇതാണ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. ലാബ് റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പരിശോധനാ സൗകര്യങ്ങളുടെ അഭാവം നെയ് വിതരണക്കാർ മുതലെടുത്തതായി അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ വെള്ളിയാഴ്ച ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. റിപ്പോർട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിങ്ങനെ അവലോകനം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനുശേഷം മാത്രമാണ് നടപടിയെടുക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വിവാദങ്ങൾ ചൂടുപിടിച്ചതോടെ തിരുപ്പതി ക്ഷേത്രം അധികൃതർ സംഭരിക്കുന്ന നെയ്യിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ വലിയ രീതിയിലുള്ള ഒരു സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. 4 അംഗമടങ്ങുന്ന സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ക്ഷീരവിദഗ്ധർ ഉൾപ്പെടെ സമിതിക്ക് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുകയും നെയ് സംഭരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും കടന്നുവരുന്നത്. ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടി അധ്യക്ഷനുമായ പവൻ കല്യാൺ സംഭവത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ദേശീയ തലത്തിൽ സനാതന ധർമ്മ സംരക്ഷണ ബോർഡ് സ്ഥാപിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട ആരോപണം തെളിയിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ഉത്തരവാദികളെ കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് പാർട്ടിയും ആവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കണ്ടെത്തിയാൽ ലക്ഷക്കണക്കിന് തിരുപ്പതി ഭക്തർ തങ്ങളുടെ വിശ്വാസം ചൂഷണം ചെയ്യുന്നവരോട് ക്ഷമിക്കില്ല എന്നും പാർട്ടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആന്ധ്രയിലെ പ്രശസ്തമായ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദവുമായി വിളമ്പുന്ന തിരുപ്പതി ലഡു ഉണ്ടാക്കുന്നതിൽ മുൻ സർക്കാർ മൃഗക്കൊഴുപ്പും ഗുണനിലവാരമില്ലാത്ത ചേരുവകളും ചേർത്തു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു രംഗത്തെത്തിയിരുന്നത്. ഈ ആരോപണമാണ് രാഷ്ട്രീയ ചേരികളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊഴിപ്പിക്കുന്നത്.
തിരുപ്പതി ലഡു ഉണ്ടാക്കാനുള്ള നെയ്യിന്റെ സാമ്പിളുകൾ പന്നിക്കൊഴുപ്പിന്റെ സമാനമായ വസ്തുവും മത്സ്യ എണ്ണയും കണ്ടെത്തിയതായി ഗുജറാത്തിലുള്ള ഒരു കമ്പനി പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു രാഷ്ട്രീയ പോരിന് ചൂട് പിടിച്ചിരുന്നത്.